ഇന്നും പരിശുദ്ധ ഖുർആന്റെ വൈജ്ഞാനിക ശാഖകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് പുതിയ പുതിയ ഉമറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഉമറുകൾ ചിലപ്പോൾ ശാസ്ത്രരംഗത്തുള്ളവർ, ചരിത്ര രംഗത്തുള്ളവർ, ധർമ്മശാസ്ത്ര രംഗത്തുള്ളവർ, മതരംഗത്തുള്ളവർ. എന്താ കാരണം? ഖുർആനിൽ ഈ ജാജ്വല പ്രകാശത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഖുർആനെ വിമർശിക്കാനാണ് അവർ പേനയെടുത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമസ്കരിക്കാനാണ് അവർ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചത്. പക്ഷേ അത് ആത്മാർത്ഥമായിരുന്നു, സത്യസന്ധമായിരുന്നു. ആ സത്യസന്ധമായ ആത്മാർത്ഥമായ അന്വേഷണം പക്ഷേ അവരെത്തിയത് ആ ഖുർആനിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്തുതിപാഠകരാണ്. ഇപ്പോൾ എന്റെ മേശപ്പുറത്ത് പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഇംഗ്ലീഷ്. ഖുർആൻ ഇംഗ്ലീഷിൽ ആദ്യമായി എഴുതപ്പെട്ട പരിഭാഷകളിലൊന്ന് മുഹമ്മദ് മാർമടി പിക്താളിന്റെ. മാർമടി പിക്താൾ ഒരു ഓറിയന്റലിസ്റ്റ് ആയി. പരിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതാൻ ആരംഭിച്ചത് അദ്ദേഹം അറബി ഭാഷ പഠിച്ച് ഇസ്ലാമിന് ഏറ്റവും നല്ലൊരു വിമർശനം എഴുതണമെന്ന് ആഗ്രഹിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള ചിത്രം, മുഖം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ആ മുഖം അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ വളരെ പ്രാകൃത മുഖമായി. അത് ബോധ്യപ്പെടുത്തണം. അതിനെന്ത് വേണം? അറബി പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ വായിക്കണം. അപ്പോഴേ മുഹമ്മദിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം ലോകത്തിന്. അതിനാണ് അദ്ദേഹം ഖുർആൻ പരിഭാഷ എഴുതാൻ ആരംഭിച്ചത്. പക്ഷേ പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ മുന്നോട്ട് പോയപ്പോ വഴിയിൽ വെച്ച് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കേണ്ടി വന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങനെ ഏതൊരു പ്രവാചകനെയാണോ, ഏതൊരു പ്രവാചകനെ തമസ്കരിക്കുവാൻ വേണ്ടിയാണോ തന്റെ ബുദ്ധി ഉപയോഗിക്കാൻ താൻ തീരുമാനിച്ചത്, ഏതൊരു പ്രവാചകനിലൂടെയുള്ള വേദഗ്രന്ഥത്തെ തകർക്കുവാൻ വേണ്ടിയാണോ താൻ തന്റെ പേന ഉപയോഗിക്കാൻ തീരുമാനിച്ചത്, ആ പ്രവാചകന്റെ പേര് തന്നെ സ്വീകരിച്ച് ആ ഏറ്റവും നല്ല ഇംഗ്ലീഷ് പരിഭാഷ ലോകത്തിന് സംഭാവന ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെയാണ് മാർമടി പിക്താൾ, മുഹമ്മദ് മാർമടി പിക്താൾ. മനുഷ്യരെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പഠിപ്പിക്കുന്ന പാതക്കപ്പുറത്ത് നല്ലൊരു മാർഗമില്ല. ഖുർആൻ പഠിപ്പിക്കുന്ന സരണിക്കപ്പുറത്ത് മറ്റൊരു സരണിയില്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മാർഗമാണ് അത് ഏത് വിഷയത്തിലാണെങ്കിലും ഏറ്റവും ഉത്തമമായ മാർഗം എന്നുള്ള വസ്തുത അത് ഉൾക്കൊള്ളുകയും ലോകത്തിന്റെ മുന്നിൽ തുറന്ന് പറയുകയും ചെയ്യേണ്ടവരാണ് മുസ്ലിങ്ങൾ. ഈ ഖുർആൻ അവതരണമാസം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ അവതരണ ദിവസത്തെ പ്രതിഫലത്തിന് വേണ്ടി രാത്രികാലങ്ങളിൽ പ്രാർത്ഥനകളിൽ നിരതരാകുമ്പോൾ നമ്മൾ തീരുമാനിക്കുക, ഈ ഖുർആനിന്റെ വെളിച്ചവുമായി, ഈ ഖുർആനിന്റെ സന്ദേശവുമായി ലോകത്തിന്റെ മുന്നിൽ ജീവിക്കുന്ന മാതൃകകളായി തീരുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുമെന്ന് നാം തീരുമാനിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.